Hello children, Assalamu alaikum and a very good morning to you all. Hope you are fine. So today we are going to start a new lesson, that is a magic mirror. Okay, first of all I will read the lesson for you. After that we can discuss one by one in detail. Okay, now let's get started. The magic mirror. On a rainy afternoon, having nothing to do, Ammu and her brother Arun were bored. So they sat looking out at the rain. To pass time, they decided to explore the attic of their home. The attic was dark and dusty. They came across a mirror which was surprisingly clean and shining. While they looked at their reflection in it, the old grandfather clock in the attic struck 5. So, children, now we are going to discuss this story in detail. What is the name of our story? Yes, the magic mirror. The magic mirror means Mandriga Kannadi. Okay, the story is about a magical mirror. First paragraph. On a rainy afternoon, having nothing to do, Ammu and her brother Arun were bored. അപ്പോൾ നല്ലൊരു മഴ ദിവസമായിരുന്നു. മഴ ദിവസം വൈകുന്നേരം എന്താണ്, ഹാവിങ് നത്തിങ് ടു ഡു, ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അമ്മു ആൻഡ് ഹെർ ബ്രദർ അരുൺ വെർ ബോർഡ്. അമ്മുവിനും അവളുടെ ബ്രദർ അരുണും നന്നായിട്ട് ബോറടിച്ചു അല്ലേ. സോ ദേ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ. അപ്പോൾ അവർ പുറത്ത് മഴ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. ടു പാസ് ടൈം ദേ ഡിസൈഡഡ് ടു എക്സ്പ്ലോർ അറ്റ് ദ ആറ്റിക് ഓഫ് ദെയർ ഹോം. അപ്പോൾ എന്ത് ചെയ്തു, അവർ സമയം കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ടു പാസ് ടൈം ദേ ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക് ഓഫ് ദെയർ ഹോം. അവരെന്ത് ചെയ്തു, അവരുടെ ആറ്റിക്, അവരുടെ വീടിൻ്റെ മച്ചിൻപുറം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു, ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ദ ആറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി. ആ മച്ചിൻപുറം എങ്ങനെയുള്ളായിരുന്നു, നല്ല ഇരുട്ടുള്ളതും അതുപോലെ ആകെ പൊടി പിടിച്ചതുമായിരുന്നു. ദ കെയിം അക്രോസ് എ മിറർ വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനിങ്. ദ കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ കണ്ടു. അവിടെ എന്ത് കണ്ടു, എ മിറർ, ഒരു കണ്ണാടി കണ്ടു. വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി. അതെന്താണ്, അപ്രതീക്ഷിതമായിട്ട് എന്താണ്, അത് ക്ലീൻ, നല്ല വൃത്തിയുള്ളതും നല്ല ഷൈനിങ്ങും ആയിരുന്നു. അവിടെയൊക്കെ എന്താണ്, പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിലും ഈ ഒരു മിറർ മാത്രം നല്ല നീറ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, നല്ല ഷൈനിങ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. While they looked at the reflection in it, the old grandfather clock in the attic struck 5. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അതിലെ റിഫ്ലക്ഷനിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത്, കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ആ മച്ചിലുണ്ടായിരുന്ന ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്, അതായത് പഴയൊരു ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ക്ലോക്ക് എന്ത് ചെയ്യാണ്, ആറ്റിക്കിലുള്ള ആ ക്ലോക്ക് സ്ട്രക്ക് 5, അത് 5 മണി അടിച്ചു. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്, Arun said. I thought the clock was done. They felt the mirror was calling them. Arun stretched his hand towards the mirror. His hand went right through the mirror as if it were water. He withdrew his hand hastily. They looked at each other in amazement. Shall we step into the mirror? Arun asked. Ammu nodded. 1, 2, 3. They stepped into the mirror. ദാറ്റ്സ് വിയേർഡ്. അതെന്താണ്, അമേസിങ് ആണ്. വിയേർഡ് എന്ന് പറഞ്ഞാൽ അമേസിങ്, നല്ലൊരു അത്ഭുതമാണ് അല്ലേ. അരുൺ സെഡ്, എന്താണ്, ഈ ക്ലോക്ക് വർക്ക് ചെയ്ത സമയത്ത് അരുൺ എന്തായി, ഒരു അമേസിങ് ആയിട്ട് തോന്നി. ഐ തോട്ട് ദ ക്ലോക്ക് വാസ് ഡൺ. ഞാൻ വിചാരിച്ചു എന്താണ്, ഈ ക്ലോക്ക് പഴയതായിട്ടുണ്ട്, വേസ്റ്റ് ആണെന്നാണ്, ചപ്പുചവറുകളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ദേ ഫെൽ ദ മിറർ വാസ് കോളിംഗ് ദം. അവർക്ക് എന്ത് തോന്നി, ആ മിറർ അവരെ വിളിക്കുന്നതായിട്ട് തോന്നി. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ. അരുൺ എന്ത് ചെയ്തു, അവൻ്റെ കൈ ആ മിററിന് നേരെ ഇങ്ങനെ നീട്ടി. ഹിസ് ഹാൻഡ് വെൻ റൈറ്റ് ത്രൂ ദ മിറർ. അവൻ്റെ കൈ ശരിക്കും എന്ത് ചെയ്തു, ആ മിററിനകത്ത് കൂടെ പോയി. ആസ് ഇഫ് ഇറ്റ് വൂർ വാട്ടർ. വെള്ളത്തിൽ എന്ന പോലെയാണ് ആ മിററിൽ കൈയിട്ടപ്പോൾ അവന് ഫീൽ ചെയ്തത്. ഹി വിഡ്രോ ഹിസ് ഹാൻഡ് ഹൈസ്ലി. അവൻ എന്ത് ചെയ്തു, ഹൈസ്ലി എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ പെട്ടെന്ന് തന്നെ കൈ വലിച്ചു. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഇൻ അമേസ്മെൻറ്റ്. അപ്പോൾ അമ്മുവും നമ്മുടെ അരുണും എന്ത് ചെയ്തു, അവരെ പരസ്പരം ഒന്ന് നോക്കി. അമേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിശയത്തോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെ അവരെന്ത് ചെയ്തു, പരസ്പരം ഒന്ന് നോക്കി. ഷാൾ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ. നമുക്ക് ഈ മിററിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ.
അരുൺ ആസ്ക്ഡ്, അരുണ് ചോദിക്കുകയാണ്. അമ്മു നോഡഡ്, അമ്മു എന്ത് ചെയ്തു? തലയാട്ടി. ഓക്കെ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. 1, 2, 3. ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ. അവരെന്ത് ചെയ്തു? 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ആ മിററിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. So we can move to the third paragraph. Suddenly they found themselves in a forest. It was quite dark. The leaves of the trees overhead blocked the sunlight. It's just like in books where something magical happens, said Arun. It's so exciting. Okay. എന്താ പറയുന്നത്? സഡൻലി പെട്ടെന്ന് എന്താണ്? ദേ ഫൗണ്ട് ദംസെൽഫ് ഇൻ എ ഫോറസ്റ്റ്. അവർ എന്ത് ചെയ്തു? ആ മിററിൽ കയറിയ സമയത്ത് അവർ പെട്ടെന്ന് തന്നെ ഒരു ഫോറസ്റ്റിൽ എത്തിപ്പെട്ടു. ഇറ്റ് വാസ് ക്വൈറ്റ് ഡാർക്ക്. ആ ഫോറസ്റ്റ് എന്താണ്? കംപ്ലീറ്റ്ലി മുഴുവനായിട്ട് എന്താണ്? ഡാർക്കാണ്. ദ ലീവ്സ് ഓഫ് ദ ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. അവർ തലയ്ക്ക് മീതുള്ള ലീവ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോറസ്റ്റിൽ നമുക്കറിയാം ഒരുപാട് മരങ്ങളുണ്ടാവും. ഈ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ അവരെ ലീവ്സൊക്കെ എന്ത് ചെയ്യും? സൺലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും അല്ലേ? സൺലൈറ്റ് ഫ്ലോറിലേക്ക് എത്തില്ല. അതിൻ്റെ ലീവ്സ് കാരണം അതവിടെ എന്ത് ചെയ്യും? സൺലൈറ്റ് അവിടെ ബ്ലോക്കായി പോകും. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വേർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ്. ഇത് ബുക്കിലൊക്കെ കാണുന്ന പോലെ എന്തോ ഒരു മാജിക്കാണെന്ന് അരുണ് പറയാണ്. ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. ഇതെന്താണ്? നല്ല ആവേശമുള്ളതാണെന്നും കൂടെ അവൻ കൂട്ടിച്ചേർത്തു. So children, we can move to the third paragraph. They found their way out of the forest into fields of blue and red flowers. Butterflies were flitting from flower to flower. The fields were lit by the evening sun. Standing in the field was a white horse with silver wings. Wow, it's Pegasus, the winged horse, exclaimed Ammu. They walked towards it and Pegasus raised its head. Who are you? Asked Pegasus. Arun answered shyly, I'm Arun, and this is Ammu. Pegasus looked at them curiously. Where did you come from? Pegasus asked. We came through a mirror, a magic mirror, said Ammu. Well, that would have been exciting, said Pegasus. It will soon be dark. I had better go home, said Pegasus. Can we come too? Asked the children. Of course, climb onto my back, Pegasus said. They scrambled on to Pegasus' back. They soared through the air and finally landed on soft, warm grass under a tree. So children, we can discuss this paragraph. They found their way out of the forest into fields of blue and red flowers. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ ഫോറസ്റ്റിൻ്റെ പുറത്ത് എത്തി. അവിടെ എന്താണ്? ഒരു ഫീൽഡ് ഉണ്ട്, വയലുണ്ട്. ആ വയലിൽ എന്തൊക്കെയുണ്ട്? ബ്ലൂ ഫ്ലവേഴ്സ് ഉണ്ട്, അതുപോലെ റെഡ് ഫ്ലവേഴ്സും ഉണ്ട്. ബട്ടർഫ്ലൈസ് വർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. പൂമ്പാറ്റകളൊക്കെ എന്ത് ചെയ്യാണ്? ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഫ്ലവറിൽ മറ്റൊരു ഫ്ലവറിലേക്ക് ചിറകടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ ഫീൽഡ്സ് വർ ലീഡ് ബൈ ഈവനിങ് സൺ. ആ ഒരു വയലിൽ എന്തുണ്ട്? എന്താണ്? ഈവനിങ് സൺ, വൈകുന്നേരത്തെ ആ വെയിൽ കൊണ്ട് പ്രകാശിച്ചു കൊണ്ട് ഇരിക്കുകയാണ് അല്ലേ? വയൽ ആ ഒരു പ്രകാശം തട്ടുന്നുണ്ട്. ദ സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വാസ് വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്. അപ്പോൾ അവിടെ അവരെന്ത് കണ്ടു? ആ വയലിലൊരു വൈറ്റ് ഹോഴ്സ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? വൈറ്റ് ഹോഴ്സിന് എന്തുണ്ട്? സിൽവർ വിങ്സ്, അതിന് വെള്ളിയുടെ കളറുള്ള ചിറകുകളുണ്ട്. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറക്. വാവ്, ഇറ്റ്സ് പെഗാസസ് ദ വിങ്ഡ് ഹോഴ്സ്. അപ്പം എക്സ്ക്ലെയിംഡ് അമ്മു. അപ്പം അമ്മു പറയണത് ഇതാരാന്നറിയോ? ഇത് പെഗാസസ് ആണ്. അവൻ്റെ പ്രത്യേകത എന്താണ്? അത് ചിറകുള്ള കുതിരയാണ്. They walked towards it and Pegasus raised its head. അപ്പോൾ അവരെന്ത് ചെയ്തു? പെഗാസസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം പെഗാസസ് എന്ത് ചെയ്തു? കുതിര അതിൻ്റെ തല ഒന്ന് ഉയർത്തി. ഹു ആർ യു? നിങ്ങൾ ആരാണ്? ആസ്ക്ഡ് പെഗാസസ്. പെഗാസസ് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അരുൺ ആൻസേർഡ് ഷൈലി. അരുൺ എന്ത് ചെയ്തു? അപ്പം നല്ല നാണം തോന്നിയിട്ട് അവൻ പറയാണ്, ഐ ആം അരുൺ ആൻഡ് ദിസ് ഇസ് അമ്മു. ഞാൻ അരുണാണ്, ഇത് അമ്മു ആണ്. പെഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി. പെഗാസസ് എന്ത് ചെയ്തു? അവരെങ്ങനെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ നോക്കുകയാണ്. വേർ ഡിഡ് യു കം ഫ്രം? നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? പെഗാസസ് ആസ്ക്ഡ്. പെഗാസസ് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടുന്ന് വരുന്നു എന്ന് പെഗാസസ് ചോദിച്ചു. വി കെയിം ത്രൂ എ മാജിക് മിറർ, സെഡ് അമ്മു. അമ്മു പറഞ്ഞെന്താണ്? ഞങ്ങൾ ആ മാജിക് മിററിനകത്ത് കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. വെൽ, ദാറ്റ് വുഡ് ഹാവ് ബീൻ എക്സൈറ്റിംഗ്. അത് നല്ല ആവേശമുള്ളൊരു കാര്യമാണല്ലോ അല്ലേ? പെഗാസസ് പറയാണ്. ഇറ്റ് വിൽ സൂൺ ബി ഡാർക്ക്. ഇപ്പം നേരം ഇരുട്ടും. ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം,
എനിക്കെന്താണ് വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് പെഗാസസ് അവരോട് പറയാണ്. ക്യാൻ വി കം ടു ഞങ്ങളും കൂടെ നിൻ്റെ കൂടെ വന്നോട്ടെ? ആസ്ക്ഡ് ദ ചിൽഡ്രൻ, ആ കുട്ടികൾ ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ്, ക്ലൈംബ് ഓൺ ടു മൈ ബാക്ക് പെക്സഡ് പെഗാസസ്. അപ്പോൾ പെഗാസസ് എന്ന് പറയും, തീർച്ചയായും നിങ്ങൾക്കും വരാം, നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ പുറത്ത് കയറിക്കോളൂ എന്ന് പെഗാസസ് പറയാണ്. ദി സ്ക്രാമ്പിൾഡ് ഓൺ ടു പെഗാസസ് ബാക്ക്. അവരെന്ത് ചെയ്തു, സ്ക്രാമ്പിൾഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു കയറുക. പിടിച്ചു ആരുടെ ബാക്കിലാണ്? പെഗാസസിൻ്റെ ബാക്കിൽ അവർ പിടിച്ചു കയറി. So they soared through the air and finally landed on soft warm grass under a big tree. അപ്പോൾ അവസാനം എന്താ സംഭവിച്ചത്? ദേ സോഡ്, അവർ ഉയരാൻ തുടങ്ങി. ത്രൂ ദ എയർ, കാറ്റിലൂടെ ഉയർന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. അവസാനം അവർ എവിടെ ലാൻഡ് ചെയ്യുന്നത്? നല്ല ഇളം ചൂടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മൃദുലമായിട്ടുള്ള ഒരു പുൽമേട്ടിൽ അവർ ലാൻഡ് ചെയ്യണം. അതെവിടെയാണ്? അണ്ടർ എ ബിഗ് ട്രീ, ഒരു വലിയ മരത്തിന് താഴെയായിട്ടാണ് ഈ ഒരു പുൽമേട്. ഓക്കെ, so we can move to the 5th paragraph. They then flew through a forest, a field, and over a hill to a cottage. A man in a blue robe opened the door and asked them to follow him in. They followed him into a room where they saw a mirror. It looked exactly like the mirror in their attic. Step into the mirror and you will be back, said the Pegasus. The children thanked the Pegasus. They stepped into the mirror and found themselves back in the attic. They then flew through a forest. അവരെന്നിട്ട് എന്ത് ചെയ്തു? ഒരു കാട്ടിലൂടെ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ടു എ കോട്ടേജ്. എന്നിട്ട് എവിടെയൊക്കെ പാസ് ചെയ്തു? ആദ്യൊരു വയലിലൂടെ, ഒരു പാടത്തിലൂടെ പാസ് ചെയ്തു. എന്നിട്ട് എവിടെ എത്തി? ഒരു മലമുകളിലുള്ള ഒരു കോട്ടേജ് എന്ന് പറഞ്ഞാൽ ചെറിയ വീടുകൾ, കുടിലുകൾ. ഓക്കെ, അവിടെ എത്തി. എ മാൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺഡ് ദ ഡോർ ആൻഡ് ആസ്ക്ഡ് ദം ടു ഫോളോ ഹിം ഇൻ. അപ്പോൾ ബ്ലൂ റോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേൽക്കുപ്പായം ധരിച്ചിട്ടുള്ള, ഒരു നീല മേൽക്കുപ്പായം ധരിച്ചിട്ടുള്ള ആളെന്ത് ചെയ്തു? അവരെ ഒരു ഡോറ് തുറന്നിട്ട് അയാളുടെ കൂടെ ഫോളോ ചെയ്യാൻ പറഞ്ഞു, അയാൾ പിന്നാലെ നടക്കാൻ പറഞ്ഞു. They followed him into a room where they saw a mirror. അദ്ദേഹത്തിൻ്റെ കൂടെ അവരെന്ത് ചെയ്തു? ഒരു റൂമിലെത്തി. അവിടെ അവരെന്ത് കണ്ടു? They saw the mirror. അവരൊരു മിറർ കണ്ടു. It looked exactly like the mirror in their attic. അവരെ മച്ചിൻപുറത്തുള്ള സെയിം മിറർ പോലെയാണ് ഈ മിറർ എന്ന് അവർക്ക് തോന്നി. Step into the mirror and you will be home. അപ്പം എന്താണ്? നിങ്ങളെന്ത് ചെയ്യുക? ഈ മിററിലേക്ക് കയറുക. അപ്പം നിങ്ങളെന്ത് ചെയ്യും? യു വിൽ ബി ഹോം, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, എന്നാര് പറയാണ്? സെഡ് പെഗാസസ് പറയാണ്. ദി ചിൽഡ്രൻ താങ്ക്ഡ് പെഗാസസ്. കുട്ടികൾക്ക് എന്തായി? പെഗാസസിന് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹത്തെ എന്ത് ചെയ്തു? ആ ഒരു കുതിരയെ അവർ താങ്ക് ചെയ്തു. അവർ എന്ത് ചെയ്തു? നന്ദി പറഞ്ഞു കുതിരയോട്. കാരണം അവരെ തിരിച്ചു പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ പെഗാസസ് ആണ്. ദേ സ്റ്റെപ്പ്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് ഫൗണ്ട് themselves back in the attic. അവരെന്ത് ചെയ്തു? ആ കണ്ണാടിയിലേക്ക് തിരിച്ചു കയറിയിട്ട് വീണ്ടും എവിടെ എത്തി? അവരെ ആ ഒരു ആറ്റിക്കിലെത്തി, മച്ചിൻപുറത്ത് തിരിച്ചെത്തി. അവരുടെ വീടിൻ്റെ മച്ചിൻപുറത്ത് തിരിച്ചെത്തി. So next, last paragraph. We can go through the last paragraph. It was still raining. Arun looked at Ammu and said, "That was more exciting adventure we have ever had." "Yes, really," Ammu said. They heard their mother calling them. They got down from the attic and walked into the kitchen, just in time for dinner. They told their mother about their adventure, but she did not believe it. When they went to bed, they dreamed of going through the mirror and having more exciting adventures. അപ്പോൾ എന്താ ചെയ്തത്? ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ്. അപ്പോഴെന്താണ്? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അരുൺ ലുക്ക്ഡ് അറ്റ് അമ്മു ആൻഡ് സെഡ്. അരുൺ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്ത് പറഞ്ഞു? ദാറ്റ് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വഞ്ചർ വി ഹാഡ് എവർ ഹെഡ്. നമ്മളിതുവരെ പോയതിൽ വെച്ച് ഏറ്റവും നല്ല ആവേശമുണർത്തുന്ന വശമുള്ള ഒരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു അല്ലേ നമ്മളാ പോയതെന്ന് അമ്മുവിനോട് ഇങ്ങനെ പറയാണ്. യെസ്, റിയലി, ശരിക്കും, അമ്മു പറഞ്ഞു. ദ ഹേർഡ് ദെയർ മദർ കോളിംഗ് ദം. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു? അവരെ വിളിച്ചു. ദി ഗോട്ട് ഡൗൺ ഫ്രം ദ ആറ്റിക് ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ ജസ്റ്റ് ഇൻ ടൈം ഫോർ ഡിന്നർ. അവരെന്ത് ചെയ്തു? ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്, അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കിച്ചണിലേക്ക് ഇങ്ങനെ പോയി. ദി ടോൾഡ് ദെയർ മദർ അബൌട്ട് ദെയർ അഡ്വഞ്ചർ. അവരമ്മയോട് അവരെ അഡ്വഞ്ചർ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞു. ബട്ട് ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്. അമ്മ എന്ത് ചെയ്തില്ല? അതൊന്നും വിശ്വസിച്ചില്ല.
When they went to bed, they dreamed of going through the mirror and having more exciting adventures. അവരെന്ത് ചെയ്തു ബെഡിലേക്ക് പോകുന്ന സമയത്ത് അവരൊരുപാട് സ്വപ്നങ്ങൾ കാണാണ്. എന്താണ് അവർ ഗോയിങ് ത്രൂ ദ മിറർ, ആ മിററിലൂടെ പോകുന്നതും അതിലും കൂടുതലായിട്ടുള്ള അഡ്വഞ്ചേഴ്സ്, കുറേ കാര്യങ്ങൾ കാണുന്നതൊക്കെ അവരെന്താണ് സ്വപ്നം കാണുകയാണ്. ഓക്കെ, അത്രയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഗോ ത്രൂ ദ ആക്ടിവിറ്റീസ് ഇൻ ദ സ്റ്റോറി. സോ ചിൽഡ്രൻ, വി ആർ മൂവിങ് ടു ദ ആക്ടിവിറ്റീസ് സെക്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ആക്ടിവിറ്റീസാണ് കൊടുത്തിട്ടുള്ളത്. ചെക്ക് ഹൗ വെൽ യു റീഡ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഈ സ്റ്റോറി വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? അരുൺ ആൻഡ് അമ്മു സ്റ്റെപ്പ്ഡ് ഇൻ ടു ദ മാജിക് മിറർ. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ പ്ലേസസ് ആൻഡ് തിങ്സ് ദേ സോ? Write the names of the places, beings and things in the boxes given below in proper order and complete the flow chart. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അരുണും അമ്മുവും പോയ അവരെ ജേണിയുടെ ഓരോ ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് അവർ ആറ്റിക്ക് അല്ലേ, അവർ അവരുടെ മച്ചിൻപുറത്ത് കയറി. ദെൻ പിന്നെ എന്തൊക്കെ സംഭവിച്ചു, ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പെഗാസസ്, മിറർ, കോട്ടേജ്, ഫോറസ്റ്റ്, മിറർ, ഫീൽഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബോക്സ് ഫില്ല് ചെയ്യും. ഓക്കെ, അടുത്തതെന്താവും, ആറ്റിക് കഴിഞ്ഞിട്ട് എന്താവും? ഓക്കെ, ആറ്റിക് കഴിഞ്ഞിട്ട് എന്താണ്, അവർ ആറ്റിക്കിലെത്തി. ആറ്റിക്കിൽ നിന്ന് എന്ത് ചെയ്തു, ആ മച്ചിൻപുറത്തുനിന്ന് ദേ എൻ്റർ ഇൻ ടു ദ മിറർ. ആ മിററിലൂടെ അവരെന്ത് ചെയ്തു, ദേ റീച്ച് ടു ദ ഫോറസ്റ്റ്. ആൻഡ് ഫോറസ്റ്റിൽ അവർ ആ ഫീൽഡിലൂടെയൊക്കെ പോയിട്ട് പിഗാസസിനെ കാണുന്നു. പിഗാസസിനെ കണ്ടിട്ട് പിഗാസസ് അവരെങ്ങോട്ട് കൊണ്ടുപോകുന്നു, കോട്ടേജിലേക്ക് കൊണ്ടുപോകുന്നു. കോട്ടേജിൽ നിന്ന് അവർ വീണ്ടും ആ മിററിലേക്ക് കയറിയിട്ട് അവർ വീടിൻ്റെ ആറ്റിക്കിൽ തിരിച്ചെത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫ്ലോ ചാർട്ട്. ഈസിയാണല്ലോ, നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. മാം കറക്റ്റ് ആൻസേഴ്സ് കൊടുത്തു എന്നല്ലോ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാം. സ്റ്റോറി വായിച്ചവർക്ക് എന്ത് ചെയ്യാം, ഈ ഫ്ലോ ചാർട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഹിയർ ആർ ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ദ മാജിക് മിറർ. ദേ ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. അറേഞ്ച് ദം ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് നറേറ്റ് ദ സ്റ്റോറി. അപ്പോൾ ഇവിടെ ഈ സ്റ്റോറിയിൽ ഒരുപാട് ഇവൻറ്റ്സ്, സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണ്, ജംബിൾഡ് ഓർഡറാണ്, ഡിസോർഡറിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അറേഞ്ച് സം ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് നറേറ്റ് ദ സ്റ്റോറി. അപ്പോൾ അതൊക്കെ നല്ല ഓർഡറിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റോറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് എന്ത് കൊടുത്തിട്ടുള്ളത്, പിഗാസസ് ടുക്ക് ദം ഫോർ എ ഫ്ലൈറ്റ്. പെഗാസസ് അവരെ എന്തായത് അവരെ കൂട്ടി പറക്കാൻ പോയി അല്ലേ. എപ്പോഴാണ്, അതാണോ ഫസ്റ്റ് സംഭവിച്ചത്? അല്ല. ദെൻ നെക്സ്റ്റ് എന്താ, ദേ എൻറ്റേർഡ് ദ മാജിക് ലാൻഡ്. അവർ ആ മാജിക് ലാൻഡിൽ എത്തുന്നു. തേർഡ് വൺ, ദ സ്റ്റെപ്പ് ടു ദ മാജിക് മിറർ അഗെയിൻ. അവർ വീണ്ടും മാജിക് മിററിൽ കയറി. ഫോർത്ത് വൺ, ഇറ്റ് വാസ് എ റെയിനി ആഫ്റ്റർനൂൺ. അതൊരു നല്ല മഴയുള്ള ഒരു വൈകുന്നേരമായിരുന്നു. ദേ സോ എ മാജിക് മിറർ. അവരെന്ത് കണ്ടു, ഒരു മാജിക് മിറർ കണ്ടു. ദെൻ ദേ ഫൗണ്ട് ദംസെൽഫ് ബാക്ക് ഇൻ ദ ആറ്റിക്. അവർ വീണ്ടും എന്ത് ചെയ്തു, ആ ആറ്റിക്കിൽ തിരിച്ചെത്തി. ദേ റീച്ച്ഡ് എ കോട്ടേജ് ഇൻ എ ഫോറസ്റ്റ്. അവരെന്ത് ചെയ്തു, ആ ഒരു ഫോറസ്റ്റിലൊരു കോട്ടേജിൽ, ചെറിയ കുടിലിൽ അവരെത്തി. അരുൺ ആൻഡ് അമ്മു ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക്. അരുണും അമ്മു എന്ത് ചെയ്തു, അവർ ആറ്റിക് എന്ത് ചെയ്തു, എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു, അതൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ദ കിഡ്സ് താങ്ക്ഡ് പിഗാസസ്. ആ പെഗാസസിന് അവരെന്ത് ചെയ്തു, നന്ദി പറഞ്ഞു. ദ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് സ്ട്രക്ക് 5. ഗ്രാൻഡ് ഫാദറിൻ്റെ ക്ലോക്ക് എന്ത് ചെയ്തു, 5 മണി അടിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റോറി വായിച്ചിട്ട് ഓർഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ആ സ്റ്റോറി നിങ്ങൾ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റോറി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ മാം കാണിക്കാം. സ്റ്റോറി നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നരേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റോറിയുടെ ഓർഡർ മാം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഏതാണ്, ഇറ്റ് വാസ് എ റെയിനി ആഫ്റ്റർനൂൺ. ആഫ്റ്റർ ദാറ്റ് അരുൺ ആൻഡ് അമ്മു ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക്. തേർഡ് വൺ, ദേ സോ എ മാജിക് മിറർ. ഫോർത്ത് വൺ, the grandfather clock struck 5. Fifth one, they entered the magic land. And sixth one, Pegasus took them for a flight. And seventh one, they reached a cottage in a forest. And eighth one, the kids thanked Pegasus. And ninth one, they stepped through the magic mirror again. And the last one, they found themselves back in the attic. This is all about this activity, and you have to write or narrate your own story. Okay, the story in your own words. Okay, that's all for today. Thank you. Have a nice day.